ഇനി അടുത്തൊരു കാര്യമുണ്ട്, ഡാഷ് മോനെ എന്നുള്ളൊരു ഏർപ്പാട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചതല്ലേ റജി? കേരളമല്ലേ ഇത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രേവന്ത് റെഡ്ഡി എന്താ വിചാരിച്ചത് കേരളത്തെക്കുറിച്ച്, കേരളത്തിലെ ജനതയെക്കുറിച്ച്, സർക്കാരിനെക്കുറിച്ച്? എന്തും പറഞ്ഞു പോകാമെന്നോ? ഒന്ന് കണ്ടു നോക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. റജി, എന്നിട്ട് രേവന്ത് റെഡ്ഡി എന്ന തെലങ്കാന മുഖ്യമന്ത്രി എന്താണ് അധിക്ഷേപിച്ചെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. എങ്ങനെ പറയാൻ തോന്നുന്നു? ഇതാരാണ് തുടങ്ങി വെച്ചത്? ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഭരണാധികാരിക്കും ചേരാത്ത വിധം അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ ഇങ്ങനെ വൃത്തികേട് എഴുതി വെച്ചയാളാണ് രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി. മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ലെറ്റർ പാഡിൽ എഴുതി വെച്ചു, സ്ക്രീനിൽ കാട്ടി റജി. ഞങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നില്ലേ? അതെന്ത് മര്യാദയാണ്? അപ്പോൾ പിന്നെ ആ രീതിയിൽ മറുപടി വരില്ലേ? അതുകൊണ്ട് അത് ശരിയല്ല. കണ്ടു നോക്കൂ. ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ചേർന്ന പരിപാടിയാണിത്. ഒരു കേരളത്തിൽ വന്ന് മറ്റൊരു സംസ്ഥാനത്ത് ചെന്ന് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചാൽ ആ സ്റ്റേറ്റ് കയ്യും കെട്ടി നോക്കിക്കുന്നാണോ വിചാരിച്ചത്? ഒരാളും ചെയ്യില്ല. റജി, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ പരസ്യമായി പറയാൻ പോകുന്നുണ്ടെന്ന്. ഡാഷ് മോനെ രേവന്ത എന്ന് മാത്രം വിളിക്കുകയല്ല രേവന്ത് ചെയ്ത പോലെ ചെയ്തത്. അക്കമിട്ട് നിരത്തി പറഞ്ഞു തെലങ്കാന ഈ രാജ്യത്ത് എവിടെ നിൽക്കുന്നു, കേരളം എവിടെ നിൽക്കുന്നു എന്ന്. റജിയോട് ഞാൻ ഒരു വാചകം മാത്രം പറയാം. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ തീർക്കാൻ ശ്രമിക്കുന്ന മനോഭാവത്തോട് ശക്തമായി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി അതേക്കുറിച്ച് വിശദമായി പൊതുവായി പബ്ലിക്കായി പറഞ്ഞത്. പക്ഷേ അതിൽ എഴുതിയിട്ടില്ല കേട്ടോ ഡാഷ് മോനെ രേവന്ത് എന്ന് എഴുതിയിട്ടില്ല. കോൺഗ്രസിനെയും അവർ നേതൃത്വം നൽകുന്ന UDFനെയും പോലെയല്ല LDF, അങ്ങയുടെ പാർട്ടിയായ കോൺഗ്രസിനെയും അവർ നേതൃത്വം നൽകുന്ന UDFനെയും പോലെയല്ല LDF. ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പിന്നെ വേറെ കുറേ ഉണ്ട്. വളരെ കൃത്യമായി കേരളത്തെ ചൂണ്ടിക്കാട്ടി തെലങ്കാനയുമായി താരതമ്യം ചെയ്ത് അദ്ദേഹം പറയുന്നുണ്ട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം. എന്നാൽ തെലങ്കാന ഏറ്റവും അഴിമതി കൂടിയ സംസ്ഥാനങ്ങളിൽ 6ാം സ്ഥാനത്താണ്. ദേശീയ സുസ്ഥിര വികസന സൂചിയിൽ 79 പോയിൻറ്റോടെ കേരളം തുടർച്ചയായി 1ാമതാണ്. മനസ്സിലായി? അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ്. കേരളത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ ഉള്ള മുഖ്യമന്ത്രി ആരാണ് എന്ന് റജി ഒന്ന് കണക്കെടുത്ത് നോക്കുക. ഗൂഗിളിൽ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അവിടെ ഈ പേര് തന്നെ കിട്ടും കൃത്യമായിട്ട്. 2015 മുതലുള്ള കണക്കുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയാമല്ലോ. BJPയിലൂടെ വന്ന് കടന്ന് ഇപ്പുറത്തെത്തി. ക്രിമിനൽ കേസുകൾ എത്രയാണെന്ന് എണ്ണി നോക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കേരളത്തിൽ വന്ന് ഈ കളി നടത്തിയാൽ നല്ല മറുപടി ഉണ്ടാകും. തുടങ്ങി വെച്ചത് രേവന്ത് റെഡ്ഡി തന്നെയല്ലേ? ഈ രേവന്ത് റെഡ്ഡിയെക്കുറിച്ചാണ്. അവിടെ യഥാർത്ഥത്തിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് എത്രയാണെന്നറിയുമോ വസീഫ്? 2 വർഷവും 1 മാസവും. സർക്കാർ ജീവനക്കാരുടെ DA മുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ 1-ാം തീയതി എല്ലാ സർക്കാർ ജീവനക്കാർക്കും കിട്ടില്ല. 1-ാം തീയതി 5-ാം തീയതി 10-ാം തീയതി ഒക്കെ ആയിട്ട് പല വകുപ്പുകൾക്കായി കിട്ടിയാലായി എന്ന മട്ടിൽ നിൽക്കുകയാണ്. ഈ സാറാണ് കേരളത്തെ ഉപദേശിക്കാൻ വരുന്നത്, മുഖ്യമന്ത്രിയെ ഈ വിധം അഭിസംബോധന ചെയ്തത്. അതിനാണ് കേരളം മറുപടിയും പറയുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ശ്രീ റജി മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞു. ഡാഷ് മോനെ രേവന്ത് എന്ന് മാത്രം വിളിക്കുകയല്ല ചെയ്തത്. അതിനോടൊപ്പം പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ്, മുഖ്യമന്ത്രിയുടെ പോസ്റ്റാണ്, പിണറായിയുടെ പോസ്റ്റാണ്. ഞാൻ വ്യക്തിപരമായും LDFും കേന്ദ്രം ഭരിക്കുന്ന BJP വേണ്ടത്ര വിമർശിക്കുന്നില്ല എന്നതാണ് താങ്കളുടെ മറ്റൊരു ആരോപണം. എന്നാൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന BJP സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഭരണഘടനയുടെ 131, 32 അനുച്ഛേദങ്ങൾ പ്രകാരം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നത് കേരളമാണ്. അതുപോലെ BJP ഇതര സംസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം മുൻപന്തിയിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ വിധത്തിലാണ് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോയത് എന്നതുകൂടി ഓർക്കണം. ഇതൊക്കെ കേൾപ്പിക്കേണ്ട വല്ല കാര്യവും ആ രേവന്ത് റെഡ്ഡിക്ക് ഉണ്ടായിരുന്നു? വന്ന് രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തി അണികളെ ആവേശം കൊള്ളിച്ച് മടങ്ങിപ്പോയാൽ പോരായിരുന്നോ? മറ്റൊരു സംസ്ഥാനത്ത് വന്ന് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ വയറ് നിറച്ച് കിട്ടും എന്നുള്ളത് രേവന്ത് റെഡ്ഡിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ രേവന്ത് റെഡ്ഡിയെ അങ്ങനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മലയാളി എന്നതുകൂടിയുണ്ട്. ബീഹാർ, ഒഡീഷ, അതുപോലെ മറ്റൊരു സംസ്ഥാനത്തിലടക്കം രാജ്യസഭയിലേക്ക് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാതെയും മറിച്ച് വോട്ട് ചെയ്തും
അധികാരത്തിലേക്ക് രാജ്യസഭയിലേക്ക് BJP-ക്കാരെ അയച്ചതും ഈ കാലയളവിലാണ് എന്നുള്ളത് രേവന്ത് റെഡ്ഡി ഓർക്കുന്നതും നന്നായിരിക്കുമെന്ന് കേരളം ഈ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.